എല്ലാ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ കർമ്മമണ്ഡലത്തില് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുന്ന എല്ലാ ഭാരതീയ വീക്ഷണമുള്ളവർക്കും സുപ്രഭാത വന്ദനം, ശുഭദിന പ്രാർത്ഥനകൾ. ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഇന്നത്തെ ദിവസം എന്തെല്ലാം ചെയ്തു എന്ന് പരിശോധിക്കുന്ന സമയത്ത്, സ്വയം വിലയിരുത്തുന്ന സമയത്ത് സന്തോഷത്തിന്റെ ഒരു വികാരം നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഇന്നത്തെ ശുഭദിന പ്രാർത്ഥന. എന്തെല്ലാം ചെയ്തു? നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോഹി അകർമ്മണഃ. കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഏറ്റെടുത്ത കർമ്മം, നിന്നെ ഏൽപ്പിച്ച കർമ്മം, അത് ചെയ്യുക. ഇത് രണ്ടും നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഏറ്റെടുത്ത കർമ്മം, ഏൽപ്പിച്ച കർമ്മം, അത് നമ്മൾ ചെയ്യുന്നു. ധന്യമാണത്. ശരിക്ക് ഈ ഭൂമിയിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, രാഷ്ട്രത്തിൽ നിന്ന് നമ്മൾ എടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കുക. നമ്മൾ എടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കുക. അതിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ എളുപ്പത്തിൽ സാധിക്കുന്നത് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാം. എവിടെ നിങ്ങളുണ്ടോ അവിടെ നിങ്ങൾക്ക് ചെയ്യാം. നിന്നെ ഏൽപ്പിച്ച ജോലി, നീ ഏറ്റെടുത്ത ജോലി, ഇത് മാത്രമേ നോക്കുള്ളൂ. രണ്ട് രീതിയില്: പഠിച്ചു പഠിപ്പിക്കുക, സാഖ്യയോഗം, നിരന്തരം ശാരീരികമായിട്ടുള്ള മെക്കാനിക്കൽ ഫിസിക്കൽ വർക്ക്. രണ്ടാമത്തേത് ഫിസിക്കൽ വർക്ക് ഓർ ഇന്റലക്ച്വൽ വർക്ക്. വേറെ ആരോടും ഒന്നും ചോദിക്കണ്ട. ഐദർ ഫിസിക്കൽ വർക്ക് ഓർ ഇന്റലക്ച്വൽ വർക്ക്. ഏതിലാണോ നമുക്ക് കപ്പാസിറ്റി, ചിലപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യേണ്ടി വരും. ഫിസിക്കൽ പ്ലസ് ഇന്റലക്ച്വൽ. ചിലപ്പോൾ ഇന്റലക്ച്വൽ വർക്ക് കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഫിസിക്കൽ വർക്ക് കൂടുതൽ. എന്തായാലും ചെയ്യുക. നമ്മളുടെ രാഷ്ട്രം അടിമുടി മാറുന്നുണ്ട്, അടിമുടി മാറുന്നുണ്ട്. ഇനി ഇതിനേക്കാളും വലിയ എന്ത് നേട്ടാ വേണ്ടത്? അടുത്ത കാലത്ത് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടെയുള്ളവർ പലരും പറഞ്ഞു, നമ്മൾ ചോദിച്ചിട്ടൊന്നുമല്ല, ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചത് പുണ്യമാണ്. നമ്മൾ ചോദിച്ചിട്ട് പറഞ്ഞതല്ല, തന്നെ പറയുകയാണ്. സത്യമാണ്, 100% സത്യം. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചത് പുണ്യമാണ്. അതുകൊണ്ട് ആ പുണ്യത്തെ കൂടുതൽ വലിയ ലെവലിലുള്ള പുണ്യമാക്കി തീർക്കാം. പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാം. വരുന്നത് വരട്ടെ. പോസിറ്റീവേ വരുള്ളൂ, എല്ലാവർക്കും അറിയാം. അതില് ചില മന്ത്രങ്ങൾ പെടും, ചില തന്ത്രങ്ങൾ പെടും, ആചാരങ്ങൾ പെടും, അനുഷ്ഠാനങ്ങൾ പെടും, കഥകൾ പെടും, അനുഭവങ്ങള്, ഉപദേശങ്ങള്, ജീവിത യാഥാർത്ഥ്യങ്ങള്, ഇതെല്ലാം അതിനകത്ത് പെടും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. ആ ഇഷ്ടമനുസരിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കുക, അവര് ചെയ്യുക, നിങ്ങൾ ചെയ്യുക, നിങ്ങളെ കൊണ്ട് ഈ ഭാരതമാതാവ് ചെയ്യിക്കുക. അതിനൊരു ചെറിയ മന്ത്രം മാത്രമുള്ള ഒരു ഉപനിഷത്തുണ്ട്. 108 ഉപനിഷത്തുകളിൽ ഏറ്റവും ചെറിയ ഉപനിഷത്താണ് ഇന്ന് നമ്മൾ ഒറ്റ വരിയിൽ പറയാൻ പോകുന്നത്. ഈ ഉപനിഷത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ബൈഹാർട്ടാണ്. ബൈഹാർട്ടാക്കണം എന്നല്ല, ബൈഹാർട്ടാണ്. കലി പ്ലസ് സംതരണ പ്ലസ് ഉപനിഷത്ത്. നെഗറ്റീവുകളെ അതിജീവിക്കാനുള്ള ഉപനിഷത്ത്. കലിയുഗത്തിൽ കുറെ നെഗറ്റീവുകൾ ഉണ്ടാവുന്നാണല്ലോ പറയുന്നത്. കലിയുഗത്തിൽ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും നെഗറ്റീവുകളാണ്. നെഗറ്റീവുകൾ മാത്രമുള്ള ഒരു കാലഘട്ടം ഉണ്ടാവില്ല, പോസിറ്റീവുകൾ മാത്രമുള്ള ഒരു കാലഘട്ടം ഉണ്ടാവില്ല. നെഗറ്റീവുകൾ മാത്രമുള്ള ഒരു മനുഷ്യനോ ഒരു കുടുംബമോ ഒരു സമൂഹമോ ഒരു സംസ്കാരമോ ഒരു രാഷ്ട്രമോ ഉണ്ടാവില്ല. പോസിറ്റീവ് മാത്രമുള്ളത് ഉണ്ടാവില്ല. പോസിറ്റീവ് വളരെ കൂടിയ രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഭാരതം നിലനിൽക്കുന്നു. അതുകൊണ്ട് ആ മറ്റ് രാഷ്ട്രങ്ങളൊക്കെ തളരുമ്പോൾ ഭാരതം അതിന്റെ സ്വത്വത്തിൽ വളരുന്നത് അതാണ്. അതിനുള്ളൊരു മന്ത്രമാണ് കലിസന്ധരണോപനിഷത്ത്.
ആ മന്ത്രം നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും എങ്ങനെയാ അത് ഈ കലിയുടെ നെഗറ്റീവിനെ ഇല്ലാതെയാക്കാം? ഒറ്റ വരിയിലാണ് ഉത്തരമുള്ളത്. മനസ്സിൽ മാറ്റം വരും. കാരണം മനസ്സ് വെറുതെ ഇങ്ങനെ നെഗറ്റീവിലൂടെ പോകുമ്പോൾ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇതാണ് കരിചന്ദ്രനോപനിഷത്ത്. ഇത്രയേ ഉള്ളൂ. നാരായണൻ തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഋഷിമാർക്ക് നിങ്ങൾക്ക് വേറെ ഒന്നും പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ ഹരേ രാമ 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 ഹരേ എന്ന് പറയുമ്പോൾ രാമന്റെ ജീവിതം ആദി കാവ്യം മുമ്പിൽ വരണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഉദ്ധവഗീത മുമ്പിൽ വരണം. ഭഗവത്ഗീത മുമ്പിൽ വരണം. അനുഗീത അറിയാവുന്നവർക്ക് അത് മുമ്പിൽ വരണം. അപ്പോ മനസ്സ് മാറും. ഈ പേര് പറയുമ്പോൾ തന്നെ മനസ്സ് മാറും. അങ്ങനെ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു ഉപനിഷത്ത്, ചെറിയ ഉപനിഷത്ത്, അർത്ഥവും വ്യാപ്തിയോ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം പഠിക്കണം, നമ്മുടെ ഉപനിഷത്തുക്കൾ എല്ലാം സാധാരണക്കാർക്ക് പഠിക്കാൻ, അതിഗഹനമായി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഉപനിഷത്തുക്കളല്ല. ചിലതൊക്കെ വളരെ സിമ്പിൾ ഉപനിഷത്തുക്കളാണ്. ഭസ്മത്തിന്റെ പ്രാധാന്യം, ഭസ്മജാപാല ഉപനിഷത്ത്, അതുപോലെ തന്നെ രുദ്രാക്ഷത്തിന്റെ കടരുദ്രോപനിഷത്ത്, രുദ്രാക്ഷമാലികോപനിഷത്ത്, അക്ഷമാലികോപനിഷത്ത്, സന്യാസത്തിന്റെ അവ്യക്തോപനിഷത്ത്, ഏകാക്ഷരോപനിഷത്ത്, ഇതൊക്കെ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഉപനിഷത്തുക്കളെല്ലാം പഠിക്കാൻ ഗുരു വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉപനിഷത്തുക്കളെല്ലാം പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നില്ല. 10 ഉപനിഷത്തുക്കള്, ദശോപനിഷത്ത്, ഒരു സ്റ്റെപ്പ് കൂടി കയറി പറഞ്ഞാൽ 18 ഉപനിഷത്തുക്കള്, അഷ്ടാദശോപനിഷത്തുക്കള്. അത് ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന്റെ അർത്ഥം ആര് പറഞ്ഞു തന്നാലും പൂർണ്ണമാവുകയുമില്ല. പൂർണ്ണമാവില്ല. കാരണം അത്ര കോംപ്ലിക്കേറ്റഡ് അതിന്റെ അർത്ഥം. എഴുതിയ ഋഷിയോട് പോലും ചോദിച്ചാൽ പോലും ചിലപ്പോൾ അദ്ദേഹം ഞാൻ ഇങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് എഴുതിയത്, നിങ്ങൾ പറയുന്ന മാതിരിയുള്ള അർത്ഥം അതിനുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്ന് ആ ഋഷി വരെ പറയുന്ന വിധത്തിലുള്ള ഐതരേയോപനിഷത്ത്. മഹീദാസ ഐതരേയൻ, ചണ്ടാള വംശത്തിൽ ജനിച്ച, കുംഭാര വംശത്തിൽ ജനിച്ച, കുടമുണ്ടാക്കുന്ന വംശത്തിൽ ജനിച്ച ഒരു വേശ്യയിൽ ജനിച്ച ഋഷിയാണ് മഹീദാസ ഐതരേയൻ. അദ്ദേഹം എഴുതിയ ഐതരേയോപനിഷത്ത്, ഞാനത് ഒരു പക്ഷെ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഉപനിഷത്തായതുകൊണ്ട് ഒന്ന് ക്ലാസ് എടുക്കാന്ന് വിചാരിച്ചു. നടക്കണ കാര്യമല്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മഹാനായിട്ട് മനസ്സിലാവണില്ല എന്നൊന്നുമല്ല, അത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഉപനിഷത്തുക്കളെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതെങ്കിലും ഒന്ന് മനസ്സിലാക്കാം. നമ്മളുടെ പൂർവീകര് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന വർണ്ണം, ജാതിയല്ല, മതമല്ല, വർണ്ണം, അതുണ്ടാക്കാൻ കാരണം എല്ലാവർക്കും ഒന്നും വേദങ്ങളും ഉപനിഷത്തുക്കളും പഠിക്കാൻ സാധിക്കില്ല. പഠിക്കാൻ സാധിക്കുന്നവരുടെ പേര് ബ്രാഹ്മണൻ. രാഷ്ട്രത്തെ സംരക്ഷിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നതാണ് താല്പര്യമെങ്കിൽ അവൻ ക്ഷത്രിയൻ. കൃഷി, ഗോരക്ഷ, വാണിജ്യം, വ്യവസായം അത് ചെയ്യാൻ താല്പര്യമുള്ളവൻ ഏത് അച്ഛന്റെയും അമ്മയുടെയും മകനായിട്ട് ജനിച്ചാലും അയാളുടെ പേരാണ് വൈശ്യൻ. നമ്മളിൽ വൈശ്യ ബാങ്ക് എന്ന് കേട്ടിട്ടില്ലേ? ബാങ്കിന് ജാതിയുണ്ടോ? വൈശ്യ ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുമാതിരി തന്നെ ശൂദ്രൻ, ഏത് സൊസൈറ്റൽ സപ്പോർട്ടിംഗ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവൻ, അവനെയാണ് ശൂദ്രൻ എന്ന് പണ്ട് പേരിട്ടിരുന്നത്. ഇന്ന് 4 പേരുകൾക്കും പ്രത്യേകതയില്ല. പിന്നെ എന്തിനാ രാവിലെ എണീറ്റിട്ട് ഈ 4 വർണ്ണം പറഞ്ഞത്? ഈ ഉപനിഷത്തുക്കളൊക്കെ എല്ലാവരും പഠിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട. ഉപനിഷത്തുക്കളും വേദമൊന്നും എല്ലാവരും പഠിക്കണ്ട. പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, വളരെ വിഷമമുള്ള കാര്യമാണ്. അത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്ന കുറെ വ്യക്തികളുണ്ട്. അവർക്കൊരു പേര് കൊടുത്തു, ബ്രാഹ്മണൻ. കോളേജിൽ പഠിപ്പിക്കുന്നവർക്ക് പ്രൊഫസർ എന്ന് പേര് കൊടുക്കുന്ന മാതിരി, പാലങ്ങളും മറ്റും പണിയുന്നവർക്ക് എഞ്ചിനീയർ എന്ന പേര് കൊടുക്കുന്ന മാതിരി, രോഗചികിത്സ നടക്കുന്നവർക്ക് ഡോക്ടർ എന്ന് പേര് കൊടുക്കുന്ന, നെർവസ് സിസ്റ്റം ട്രീറ്റ് ചെയ്യുന്നവർക്ക് ന്യൂറോളജിസ്റ്റ് എന്ന് പേര് കൊടുക്കുന്ന മാതിരി, ബോൺ സ്പെഷ്യലിസ്റ്റ്, ജന്മനാൽ സ്പെഷ്യലിസ്റ്റ് എന്നല്ല, എല്ലിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളവർക്ക് ബോൺ സ്പെഷ്യലിസ്റ്റ് എന്ന് പേര്, ഒഫ്താൽമോളജിസ്റ്റ് എന്ന പേര്, ENT സ്പെഷ്യലിസ്റ്റ് എന്ന പേര്, ഇങ്ങനെ ക്ലർക്ക് എന്ന പേര്, സൂപ്രണ്ട് എന്ന പേര്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന പേര്, ജഡ്ജി എന്ന പേര്, അഡ്വക്കേറ്റ് എന്ന പേര് മാതിരി തന്നെ വേദം പഠിപ്പിക്കുന്ന വ്യക്തികൾക്ക് ബ്രാഹ്മണൻ, രാഷ്ട്ര സംരക്ഷണം നടത്തുന്ന യോദ്ധാക്കൾക്ക് ക്ഷത്രിയര്, അതുപോലെ തന്നെ വാണിജ്യ, വ്യവസായ, കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വൈശ്യര്. ബാക്കി സൊസൈറ്റൽ സപ്പോർട്ട്, സൊസൈറ്റി നിൽക്കുന്നത് തന്നെ അവരിലാണ്, അവർക്ക് ശൂദ്രൻ എന്ന പേര്. ഇതിൽ ഏതെങ്കിലും താഴ്ന്നതോ ഉത്തമം ച അധമം ച ഏതത് കർമ്മ ന വിദ്യതേ, വേദവ്യാസം പറഞ്ഞിരിക്കുന്നതാ. ഉത്തമമെന്നോ അധമമെന്നോ എന്ന് പറയുന്ന ഒരു ജോലിയും ഈ ലോകത്തിൽ ഇല്ല.
തന്നെത്താനെ നമ്മൾ അധമമാണ് ഉത്തമമാണ് എന്ന് വിചാരിച്ചാൽ കുഴപ്പം നമ്മുടേതാണ്, നമ്മുടെ പൂർവികരുടേതല്ല. അപ്പൊ കലിസന്ധരണോപനിഷത്ത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, അത് മനസ്സിൽ നിറച്ചാൽ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ കുറേയൊക്കെ മാറ്റാൻ സാധിക്കും. ചിന്തകൾ മാറിയാൽ സ്വാഭാവികമായിട്ട് കർമ്മത്തിൽ മാറ്റം ഉണ്ടാവും, വലിയ മാറ്റം ഉണ്ടാവുന്നുണ്ട് കർമ്മത്തിൽ. ഇത് നേരിട്ട് അറിയുന്നവരാണ്. അതിന് ഉപനിഷത്തുക്കളുടെ സന്ദേശം സാധിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നവർ ചെയ്യുക. എത്ര പേർക്ക് പറ്റുന്നോ അത്ര പേർക്ക്, എങ്ങനെയൊക്കെ പറ്റുന്നോ അങ്ങനെയൊക്കെ, ആർക്ക് എപ്പോഴൊക്കെ പറ്റുന്നോ അപ്പോഴൊക്കെ, എവിടെ വെച്ച് പറ്റുന്നോ അവിടെ വെച്ച്. അതാണ് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ പ്രത്യേകത. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് വളരെ കൊട്ടക്കണക്കിന് പുണ്യം കിട്ടുകയോ ഇത് ചെയ്തില്ലെങ്കിൽ കൊട്ടക്കണക്കിന് ബാരല് കണക്കിന് പാപം കിട്ടുകയോ ഒന്നുമില്ല. നമ്മളുടെ ജീവിതത്തെ സ്വർഗസമാനമാക്കാൻ, നമ്മളുടെ ജീവിതത്തെ നരകസമാനമാക്കാതിരിക്കാനുള്ള വഴികളാണ് നമ്മളുടെ പൂർവീകര് പറഞ്ഞിരിക്കുന്നത്. സുപ്രഭാത വന്ദനം ഒരിക്കൽ കൂടി. അതുപോലെ ശുഭദിനം. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇന്ന് ചെയ്ത രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രണാമം, നമസ്കാരം.